സൂയിസൈഡ് ബോംബ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സെൽ നമ്പർ എത്രയാണ്? വേഗം പറഞ്ഞോ. എവിടെ നിന്റെ ഫോൺ? അവരെ നമ്പർ പറ. Give me the damn number. ഞാൻ പറയാം സാർ. അൻവർ, നോട്ട് ദ നമ്പർ. എന്നിട്ട് കറസ്പോണ്ടിങ് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം. യെസ് സർ. റിമെമ്പർ അൻവർ, സർ. ഇവൻ പറയുന്ന നമ്പർ ഒരു കാരണവശാലും ഡയൽ ചെയ്യരുത്. നെറ്റ്വർക്ക് പ്രൊവൈഡറോട് അത് പ്രത്യേകം പറയണം. സർ. അതിലേക്ക് കോൾ ചെന്നാൽ അവൻ പൊട്ടിച്ചെതറും. അവരെ നമ്പർ പറ. പറയണം. 98. 98. Come on. Come on. 9. Come on, come on. 8. Come on, fast. 47. 4. 7. Next number. 25. 25. 3. Last numbers. Come on, speak up. Speak up. സാർ എന്ത് കരുതി? പേടിച്ച് ഞാൻ എന്റെ കൂട്ടത്തുള്ളവർ ഒറ്റ കൊടുക്കുന്നു. ഈ അവസാന നിമിഷത്തില് ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ച് എന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കണം നീയൊക്കെ. ആ പേടി കാണാൻ വേണ്ടിട്ടാടാ ഇത്ര ഇൻഫോർമേഷൻ ഞാൻ നിനക്ക് തന്നത്. Last numbers 1, 3, 7, 4. Sir, what next? കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ചാവേറുകൾ ഓടിക്കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജൂഹു മാർക്കറ്റിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഒരു മനുഷ്യ ബോംബ്. നീ എന്ത് വിചാരിച്ചടാ? നീ അറിഞ്ഞോട്ടൊന്ന് എന്റെ മുമ്പിൽ ചാടിയപ്പോ ഞാൻ നിന്റെ വല വിടുന്ന. അതേടോ, ഇവന്മാർക്കൊപ്പം നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിനക്ക് പിടിതന്നത്. ഈ ഭൂമിയിൽ നിന്നെ ജീവനോട് വെച്ചിട്ട് പോയാൽ പടച്ചോനെ ജിഹാദ് എടുക്കില്ലടാ. എന്നിട്ട് ഇപ്പൊ പടച്ചോൻ നിന്റെ കൂടെ നിന്ന. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നിന്നേക്കാൾ സ്നേഹം നിന്റെ ചുറ്റും നിൽക്കുന്ന ഈ മനുഷ്യരോടാ. ഈ സത്യമൊക്കെ നീയൊക്കെ എന്നാടാ മനസ്സിലാക്കണത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഓക്കെ, സംശയകരമായ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടൻ തന്നെ ഓഫീസിൽ അറിയിക്കണം. സർ, നമ്മൾ പേടിക്കുന്നതിൽ ഒന്നുമില്ല. ഈ സമയം വരെയും സിറ്റിയിൽ ഒരിടത്തും ബ്ലാസ്റ്റ് നടന്നിട്ടില്ല. Thank God. സർ, എനിക്ക് തോന്നുന്നു ഈ റാസ്കൽ നമ്മൾ മുഴുവൻ ഫൂളാക്കിയതാണെന്ന്. മുരിങ്ങൂര് 10 ദിവസം ധ്യാനം കൂടിയാ ഞാൻ എന്റെ വലി നിർത്തിയത്. ആ എന്നെയാണ് നീ വലിപ്പിച്ചത്. ആനന്ദേ, സർ, ഈ മോനെ വേറൊന്നും ചെയ്യണ്ട, അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് സാറേ. ഇനി മേലാൽ നീ ഇതുപോലെ സത്യം പറയരുത്.
സർ, കൺട്രോൾ റൂമിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. എന്താ മെസ്സേജ്? കുറച്ചു മുമ്പ് ഒരുത്തൻ വിളിച്ച് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള വേസ്റ്റ് ഗാരേജ് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ തന്നായിരുന്നു. ആരാ വിളിച്ചത്? പേര് പറഞ്ഞില്ല, അനോണിമസ് കോൾ ആയിരുന്നു. എന്നിട്ട് അവിടേക്ക് ഫോഴ്സ് മൂവ് ചെയ്തോ? മനുഷ്യരില്ലാത്ത വേസ്റ്റ് ഗാരേജിൽ എന്തിനാണ് സർ ബോംബ് വെക്കുന്നത്? റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ആ നമ്പർ വേസ്റ്റ് ഗാരേജ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും. ഇതവനാണ് ഈ ഗെയിമിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നത്. ഈ കേസിലെ മിസ്റ്ററി ഫാക്ടർ. ഐ വാണ്ട് ഹിം. പബ്ലിക്കിനെ ഇങ്ങോട്ട് കടത്തിവിടാൻ നോക്കണം. സർ. Sir, get him. സർ. ഈ ആൾക്കൂട്ടത്തിൽ അവനുണ്ട്. Come on. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട ടെററിസ്റ്റ് ഹണ്ടിങ് ആണ് ഇന്ന് ഇവിടെ നടന്നത്. വളരെ ബുദ്ധിപരമായ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ ടെററിസ്റ്റുകളെ പിടികൂടിയത്. മൂന്നാമത്തെ തീവ്രവാദിയെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. കൊച്ചിയിലെ മിഷൻ കഴിഞ്ഞ് വൈപ്പിൻ ഹാർബറിലുള്ള ജയ്ഹിന്ദ് എന്ന ട്രോളറിൽ എസ്കേപ്പ് ചെയ്യാനായിരുന്നു ടെററിസ്റ്റ് പദ്ധതി. സെയ്ദിനെ വൈപ്പിൻ ഹാർബറിൽ നിന്ന് പോലീസ് ടീം ക്യാച്ച് ചെയ്യുകയായിരുന്നു. തീവ്രവാദികളിൽ മുനീർ എന്ന വാണ്ടഡ് ക്രിമിനൽ സൂയിസൈഡ് ബോംബറായി വളരെ ടാക്ടിക്കലായിട്ടാണ് ഇന്റലിജൻസ് മുനീറിന്റെ പ്ലാൻ പൊളിച്ചതും അവനെ പിടികൂടിയതും. ആന്റണി ഐസക് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനാണ് ഈ ഓപ്പറേഷന്റെ മുഴുവൻ കഴിച്ചത്. പപ്പയല്ലേ ശരിക്കും ടെററിസ്റ്റുകളെ പിടിച്ചത്? അപ്പോ പപ്പയല്ലേ ശരിക്കും ഹീറോ? പിന്നെന്താ ആനന്ദങ്ങളാ ടി വി കാണിക്കുന്നത്? പപ്പയല്ല ടെററിസ്റ്റുകളെ പിടിച്ചത്. ആ ടെററിസ്റ്റുകളെ പിടിച്ചതേ വേറൊരു അങ്കിളാ. ആ അങ്കിളാണ് ശരിക്കും ഹീറോ. എന്നിട്ടെന്താ ആംഗിള് ടി വി വരാത്തത്? ആ അങ്കിളിന് ചിലപ്പോ ഇതുപോലത്തെ പോപ്പുലാരിറ്റി ഒന്നും ഇഷ്ടമായിരിക്കില്ല. എന്നിട്ട് ഹീറോ അങ്കിൾ ഇപ്പൊ എവിടെയാ?